അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കിയേവ് വിത്ത് മാഷ്ഡ് പൊട്ടാറ്റോസ് ആൻഡ് ബോയിൽഡ് ബീൻസ്. ഇതൊരു റഷ്യൻ ഡിഷാണ്. ഇത് നല്ലൊരു ടേസ്റ്റി ഐറ്റമാണ്. ചിക്കൻ ബ്രസ്റ്റ് സൈഡിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബട്ടർ, ഗാർലിക്, പിന്നെ ലെമൺ ജ്യൂസൊക്കെ ഫില്ല് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നല്ലൊരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന ഗാർലിക് ബട്ടർ മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗളിൽ ഫസ്റ്റ് 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗാർലിക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ആഡ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ പാസ്ലി ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ പെപ്പർ. ഇതൊക്കെ എന്നിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെഷർമെൻറ്റ് 3 ചിക്കൻ ബ്രസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ശരിക്കും പ്ലേറ്റിൽ 2 സെർവ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഇത് 3 ചിക്കൻ ബ്രസ്റ്റിനുള്ളതാണ്. ഗാർലിക് ബട്ടർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പോക്കറ്റ് പോലെ കുറച്ച് സ്പേസ് ആക്കണം ഈ ഒരു മിക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, നല്ലോണം കട്ടായി പോകരുത്. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം പുറത്തേക്ക് വരും ഫില്ലിങ്ങൊക്കെ. എന്നിട്ട് ഗാർലിക് ബട്ടർ മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റഫ് ചെയ്തതിന് ശേഷം സൈഡിലൊന്ന് പ്രസ് ചെയ്യാം, ഒന്നൊരു സിപ്പ് ചെയ്യുന്ന പോലെ, ലൈക്ക് ക്ലോസ് ചെയ്യുന്ന പോലെ. എന്നിട്ട് കുറച്ച് പെപ്പർ ചിക്കൻ ബ്രസ്റ്റിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സോൾട്ടും. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ബാക്ക് സൈഡിലും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് കോട്ട് ചെയ്യാം. അതിനുശേഷം വേറൊരു പ്ലേറ്റിൽ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അതിലേക്ക് ഇത് ഡിപ്പ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് വൺ ബ്രെഡ് ക്രംസ്. ഈ ചിക്കൻ ബ്രസ്റ്റ് ഇതിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 ചിക്കൻ ബ്രസ്റ്റും കോട്ട് ചെയ്യാം. ചിക്കൻ ബ്രസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ മാഷ്ഡ് പൊട്ടാറ്റോസ് ഉണ്ടാക്കാം. അതിനായി 2 പൊട്ടാറ്റോസിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം. ഞാൻ ശരിക്കും പ്ലേറ്റിൽ സെർവ് ചെയ്തത് ഒരു പൊട്ടാറ്റോ മാഷ് ചെയ്തതാണ്. ശരിക്കും 2 പൊട്ടാറ്റോൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ ബോയിൽ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ബോയിലായിട്ട് കിട്ടും. ഇത്ര പൊട്ടാറ്റോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ടത് ബോയിൽ ചെയ്യാം. എന്നിട്ട് കുറച്ച് സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊട്ടാറ്റോസ് കുറച്ച് ക്രീമി ആവാൻ വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കണം. അതിനായി ഒരു പാനിൽ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യാം. അതിനുശേഷം ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതൊന്ന് ബോയിലായി വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ പൊട്ടാറ്റോസ് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫോർക്ക് വെച്ചൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നല്ല സ്മൂത്തായിട്ട് ഇൻസേർട്ട് ആവുന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റാണ്. എന്നിട്ട് ബോയിൽ ചെയ്ത പൊട്ടാറ്റോസ് ഇങ്ങനെ അരിപ്പയിൽ അരിച്ചെടുക്കണം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. സത്യം പറയുകയാണെങ്കിൽ ഇത് നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്, പക്ഷേ എന്തായാലും വേർത്താണ്. നല്ല സൂപ്പർ ക്രീമി. അത് ഫുള്ള് ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം.
പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് പൊട്ടറ്റോ മാഷ് ചെയ്യാം. കണ്ടോ, സോസ് ഒഴിച്ചു കൊടുക്കുന്നോറും പൊട്ടറ്റോ ക്രീമി ആയിട്ട് വരേന്ന്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് ഇട്ട് കൊടുക്കാം. ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് ഹെവി ഡിന്നർ തന്നെയാണിത്. പിന്നെ ബീൻസ് ബോയിൽ ചെയ്തത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നാടൻ മാത്രം കഴിക്കുന്ന അല്ലെങ്കിൽ നാടൻ ഭക്ഷണം ഇഷ്ടമുള്ള ഒരാൾക്ക് ഇത് ഇഷ്ടമാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. എനിവേ, ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.